മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ. ഹലോ ഗൈസ്, പറ ഹായ്. ഹായ് കാണിക്കൂ, ഹായ്. സോ നമ്മളിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ പോവാണ്. നമ്മൾ രണ്ടുപേരും മാത്രമല്ല, വീട്ടുകാർ ഫുള്ളുണ്ട്. അതുപോലെ നമ്മളെല്ലാവരും കൂടെ ഇന്ന് കുണ്ടറ ടു ഗുരുവായൂർ ഒരു ട്രെയിനുണ്ട് ഈവനിങ്. ആ ട്രെയിനിൽ കയറി ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു. അടുത്ത ടീംസ് വന്നിട്ടുണ്ട്, കാണിച്ചുതരാം. ആ തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അമ്മയെക്കുട്ടി. ആൻഡ് കാറിൽ വന്നത് മാമനും മാമിയും പിള്ളേരുമാണ്. വീട്ടിൽ നിന്ന് അമ്മയും ഞാനും മാത്രമേ പോകുന്നുള്ളൂ. അച്ഛൻ കുറച്ച് ബിസി ആയതുകൊണ്ട് വന്നില്ല. പിന്നെ നമ്മളുടെ അപ്പുറത്തെ വീട്ടിലെ രമണിയമ്മയും രഘുവച്ചനും അമ്മയെക്കുട്ടിയും ഉണ്ട്. സോ കുറച്ച് പേര് കാറിലും കുറച്ച് പേര് ഓട്ടോയിലും ആ റെയിൽവേ സ്റ്റേഷനിൽ പോയ. വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നോളൂ. അപ്പോഴത്തേക്ക് ട്രെയിനിങ് എത്തി. 5:50 കുണ്ടറ സ്റ്റേഷനിൽ വരുന്ന ഗുരുവായൂർ എക്സ്പ്രസ്സിലായിരുന്നു നമ്മൾ പോയത്. ഇത് ഞാൻ പിന്നെ ട്രെയിനിൽ കയറി വ്ളോഗ് എടുക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ്. നമ്മൾ പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെയായിരുന്നു പോയത്. ഈ ട്രെയിനിൽ മെജോറിറ്റിയും ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്, അതുകൊണ്ട് ബുക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ഡേ നോക്കിയെടുത്തു. അപ്പോൾ ആൾ കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇരിക്കാനും സീറ്റ് കിട്ടി. ഇരിക്കാൻ മാത്രമല്ല, നല്ല ലാവിഷായിട്ട് ഇരിക്കാനും ഓടി നടക്കാനുമുള്ള സീറ്റ് ഉണ്ടായിരുന്നു, കിടക്കാനും ഒക്കെ സീറ്റ് ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞാൻ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു ഇതേ ട്രെയിനിൽ തന്നെ. പക്ഷെ അതൊരു വീക്കെൻഡ് ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ആളായിരുന്നു, നല്ല കൺജസ്റ്റഡ് ആയിരുന്നു. ഗുരുവായൂർ പോകാൻ തന്നെ കുറേ ആൾക്കാർ, ബെയർലി ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത്. പിന്നെ പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അമ്മയെക്കുട്ടി ആദ്യമായിട്ട് ട്രെയിനിൽ കയറിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമായിരുന്നു. മേളിൽ കയറുന്നു, താഴെ ഇറങ്ങുന്നു, അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല പിള്ളേർ. ഫുഡൊക്കെ പിന്നെ നമ്മൾ പാക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്, വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രഘുവച്ചന് നല്ല അടിപൊളി തക്കാളിക്കറി ഉണ്ടായിരുന്നു, സൂപ്പർ തക്കാളിക്കറിയായിരുന്നു. അതിനെല്ലാവരും ഫാൻസായി. ട്രെയിനാണെങ്കിൽ 2:10 ഗുരുവായൂർ എത്തുന്നത്. എനിക്കായിരുന്നെങ്കിൽ ഉറക്കം വരുന്നില്ലായിരുന്നു. കാര്യം ഞാനല്ലെങ്കിൽ ലേറ്റായിട്ട് ഉറങ്ങുന്നത്. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും സൈഡായി, പിള്ളേരൊക്കെ ഉറക്കമായി. പിന്നെ ഗുരുവായൂർ എത്തുന്നതിന് 1 മണിക്കൂർ മുന്നേ ഞാനും കിടന്നുറങ്ങി. എന്നിട്ട് നമ്മൾ ഗുരുവായൂർ എത്തിയപ്പം താമസിച്ച സ്ഥലമാണിത്. പിന്നീട് നമ്മളാണെങ്കിൽ പുറത്ത് പോകാൻ ഇറങ്ങി എത്തിയപ്പം തന്നെ. സോ ഗൈസ്, അപ്പം നമ്മൾ ഗുരുവായൂർ എത്തി. ബട്ട് ഇവിടെ വന്ന് റൂമിൽ കയറിയപ്പോഴത്തേക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല, എല്ലാവരുടെയും ഉറക്കവും പോയി. അപ്പോൾ ഇവിടെ നൈറ്റ് ഔട്ട് ആകാമെന്ന് വിചാരിച്ച് ചുമ്മാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചായ കുടിക്കാമെന്നും പറഞ്ഞ് രാവിലെ 3 മണിയായിട്ടുണ്ട്. 3 മണിക്ക് നമ്മൾ ചായ കുടിക്കാൻ പോകും. കാര്യം എല്ലാവർക്കും ഒരുങ്ങാൻ ഉള്ള എനർജി ഇല്ല അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം എന്താവുന്ന എനർജി ആവാൻ വേണ്ടിയിട്ട് ചായയൊക്കെ കുടിച്ച് സെറ്റാവാന്ന് വെച്ചു. ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ നടന്നു വന്ന സീനാണിത്. പിള്ളേരൊക്കെ രാവിലെ ആണെങ്കിലും ഭയങ്കര എനർജി ആയിരുന്നു. ഇതായിരുന്നു നമ്മൾ ചായ കുടിച്ച ആ കട. ആൻഡ് എല്ലാവരും ചായ കുടിച്ച് വെള്ളമൊക്കെ മേടിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ചു പോയി. ഈ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് രാവിലെ തൊഴാൻ പോകാതെ കിടന്നുറങ്ങുകയാണ് അച്ഛനും മക്കളും. നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി. അപ്പോൾ മോനിനെ വിളിച്ചുണർത്തിയത് വന്ന് കതവ് കുറ്റിയിട്ട്. കാര്യം മാമി റെഡിയായി, അവരൊരു റൂമിലും നമ്മളെല്ലാവരും വേറെ റൂമിലായിരുന്നു. ഗുരുവായൂർ വന്നിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ സത്യമാണെങ്കിൽ രാവിലെ ഒരുങ്ങാൻ മൂടില്ലാത്തതുകൊണ്ട് പാവാട പോന്നിട്ടില്ല, കിട്ടിയൊരു ടോപ്പ് എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ വൈകിട്ട് പോകുന്നുണ്ട് അമ്പലത്തിൽ. അപ്പം പാവാട ഉടുപ്പൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യാം.
പോകുന്ന വഴി ഞാനും അമ്മയും അമ്മയെക്കുട്ടിയും മുല്ലപ്പൂ മേടിച്ച് വെച്ച്. അനുമാമി പറഞ്ഞ് ഈവനിങ് ഹാഫ് സാരി ഉടുക്കുമ്പോൾ വെക്കുവാന്ന്. പക്ഷെ മുല്ലപ്പൂക്കാരൊക്കെ കൊള്ളാം കേട്ടോ. ഇപ്പം സ്ലൈഡൊക്കെ ഉണ്ട്. സ്ലൈഡ് ഇല്ല എന്നുള്ള പേര് മുല്ലപ്പൂ വെക്കാതിരിക്കേണ്ടെന്ന് വെച്ചാന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കിഴക്കേ നടയിൽ കൂടെ അല്ല വന്നത്, ഇപ്പുറത്തെ സൈഡിലായിരുന്നു നമ്മുടെ റൂം. അതുകൊണ്ട് നമ്മൾ തെക്കേ നടയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ചെന്നപ്പോൾ തന്നെ ആനേനെയൊക്കെ കണ്ട് ഹാപ്പിയായി. പിന്നെ ആദ്യം ക്ലോക്ക് റൂമിൽ പോയി സാധനങ്ങളൊക്കെ വെച്ചിട്ട് അമ്പലത്തിൽ തൊഴാൻ പോയി. തൊഴുത് വന്ന് അപ്പം തന്നെ പ്രസാദം കഴിക്കുന്ന സീനായത്. നമ്മളൊരു 2 മണിക്കൂറെ ക്യൂ നിൽക്കേണ്ടി വന്നോളൂ. അധികം ആളൊന്നും ഇല്ലായിരുന്നു. രാവിലെ ചെന്നുകൊണ്ട് ഭഗവാനെ പാലഭിഷേകം ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റി. അതേപോലെ ഫ്രണ്ടിൽ കൂടെ കയറി നല്ലോണം തൊഴാനും പറ്റി. ഞാൻ പിന്നെ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പഴവും വെണ്ണയും പഞ്ചസാരയും കൂടെ കഴിക്കുന്നത്. അത് ശരിക്കും വെറുതെ ഹൈപ്പ് മാത്രമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാനത് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനും ഷോപ്പിങ്ങിനും ഒക്കെ ആയിട്ട് ഇറങ്ങി. ഗുരുവായൂർ അന്ന് കുറച്ച് കല്യാണങ്ങളുണ്ടായിരുന്നു. സോ നമ്മൾ ബ്രൈഡിനെയും ഗ്രൂമിനെയൊക്കെ കണ്ട് അവർ കൊള്ളാം ഇവർ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. മോനും ഇല്ലാത്തതുകൊണ്ട് അമ്മയെക്കുട്ടിക്കൊരു കമ്പനി ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൾ എന്നെ പിടിച്ചുകൊണ്ട് നടന്നതാണ്. പിന്നെ നമ്മൾ ഗുരുവായൂർ പപ്പടം മേടിച്ചു. അങ്ങനെ ഹൽവയും അമ്മയുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ കഴിക്കാൻ പോയി. ഏതോ ഒരു കടയിൽ കയറി. കട ഏതാണെന്ന് ഞാൻ പേര് ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് അമ്മേനെയായിട്ട് കുറച്ച് സെൽഫി എടുത്ത് കളിച്ചുകൊണ്ടിരുന്നതാണ്. അമ്മേനെ കാണാൻ ശരിക്കും ഭംഗിയുണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളെല്ലാവരും മസാല ദോശ വാങ്ങിച്ചപ്പോൾ അമ്മയെക്കുട്ടി മാത്രം വെറൈറ്റി ആയിട്ട് പൂരി വാങ്ങിച്ച്. പക്ഷെ അവളുടെ ഡിസിഷനായിരുന്നു കറക്റ്റെന്ന് പിന്നെ എനിക്ക് തോന്നി. ഈ മസാല ദോശ ഭയങ്കര വലുതും എന്നെ കൊണ്ട് ഒട്ടും കഴിച്ചു തീർക്കാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് ഏതെങ്കിലും ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കാണുമ്പോഴേ എൻ്റെ വയറെന്നറിയും, പിന്നെ എന്നെ കൊണ്ടത് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ആ മസാല ദോശ കഴിക്കാൻ കഷ്ടപ്പെടുന്ന എന്നെയാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ ഞാൻ ഹാഫേ കഴിച്ചുള്ളൂ സത്യം പറഞ്ഞാൽ. ബാക്കി ഞാൻ അവിടെ വെച്ചിട്ട് പോരുന്നു. അമ്മയാണെങ്കിൽ എന്നെ ഫോഴ്സ് ചെയ്തതുമില്ല. എന്തോ പറ്റിയെന്നറിയത്തില്ല. സാധാരണ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് ഫുള്ള് കഴിച്ചിട്ട് ഇറങ്ങാവുള്ളെന്ന്. പക്ഷേ ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു കഴിക്കാൻ. അത്രയ്ക്ക് ഭയങ്കര ടേസ്റ്റി അല്ലായിരുന്നു. ഓക്കെ ആവറേജ്. ഓഫ് കോഴ്സ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കമ്മൽക്കട. ആൻഡ് നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഇച്ചിരി റേറ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ഞാൻ ഇട്ടേക്കുന്ന കമ്മൽ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചതാണ്. അതേപോലത്തെ പാറ്റേൺ തന്നെ ഇവിടെ നല്ല റേറ്റും. പിന്നെ നമുക്കാണെങ്കിൽ രാവിലെ ഉറക്കം ശരിയാകാത്തതുകൊണ്ട് ഒരു മൂഡുണ്ടായില്ല. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും റൂമിൽ പോയാൽ മതി എന്ന് ഒട്ടും മൂഡില്ലായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ പോയി സുഖമായിട്ട് വൈകിട്ട് വരെ ഉറങ്ങി. ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ 4 മണിയായപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ അമ്പലത്തിൽ പോകുന്നതിന് തൊട്ട് മുന്നേ എല്ലാവരും പറഞ്ഞ് എനിക്ക് പിന്നെ ചായ കുടിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ നമ്മൾ അന്ന് രാവിലെ വന്ന് കയറി ആ ചായക്കടയിലോട്ട് പോകുക ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഗൈസ് നമ്മൾ അമ്പലത്തിൽ പോകാൻ പോവുക. രാവിലെ മൂടില്ലാത്തതുകൊണ്ട് ഒരുങ്ങിയില്ല. അതുകൊണ്ട് വൈകിട്ട് നമ്മൾ അതും കൂടെ ചേർത്ത് മേക്കപ്പിട്ട് പോവുക. അമ്മ രാവിലെ ഒരുങ്ങി വൈകിട്ട് ഒരുങ്ങി. ഇന്നെന്താണെന്ന് അറിയത്തില്ല, സ്കോർ ചെയ്ത് നിൽക്കുക. നമ്മളെയൊക്കെ പിന്തള്ളി അമ്മ അടിപൊളിയായി. വലിയവർക്കത് ചായക്കടയാണെങ്കിൽ പിള്ളേർക്കത് മുട്ടായി കടയായിരുന്നു. വന്നപ്പോൾ തൊട്ട് മുട്ടായി മേടിച്ചുകൊണ്ടിരിക്കുക, പല ടൈപ്പ് മുട്ടായി. എന്നിട്ട് സൈക്കിളൊക്കെ ഫ്രീ കിട്ടുന്ന മുട്ടായിയൊക്കെ വാങ്ങിച്ച് അവർ കളിച്ചുകൊണ്ടിരുന്നത് അത് വെച്ചിട്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ രഘുവച്ചനും. ഈ പിള്ളേർക്ക് ഇതെല്ലാം മേടിച്ചുകൊണ്ട് എടുത്തുകൊണ്ടിരുന്ന രഘുവച്ചനാണ്. പിന്നെ ഈവനിങ്ങിൽ ഈ സ്ഥലം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്തോ ഒരു നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു. ആ പെയിൻറ്റിങ് എല്ലാം ആയിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്ത്. പിന്നെ മോനെയാണ് നടന്നു വരുന്നത്. എൻ്റെ അടുക്ക കിൻഡറിൻ്റെ നമുക്ക് മറ്റേ 40 റുപ്പീസിൻ്റെ ചോക്ലേറ്റ് മേടിക്കാമെന്നും പറഞ്ഞിട്ടായിരുന്നു. ഇനിയിപ്പം മോനൂസ് വാശി പിടിച്ചിരിക്കുക. കാര്യം എന്താ വെച്ചാൽ അവൻ്റെ മുണ്ട് ചെറുതായിപ്പോയി. അപ്പോഴത്തേക്ക് അവന് മുണ്ട് ചെറുതായത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആദ്യം ഉടുപ്പിച്ച മുണ്ട് വലുതായെന്ന് പറഞ്ഞ് പ്രശ്നം. എന്നിട്ട് അവൻ വാശി പിടിച്ചിരിക്കുന്നു പറയും. നമ്മളെ അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്ന അവനൊന്നുകൂടെ വാശിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നിന്ന് ലേറ്റ് ആക്കാണ്ട് നേരെ അമ്പലത്തിലോട്ട് നടന്ന്. ഇപ്പോഴേ ക്യൂ നിന്നാലല്ല ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴെങ്കിലും കയറാൻ പറ്റൂ. എന്നിട്ട് നമ്മൾ ശീവേലിയൊക്കെ തൊഴുത് വരണം എന്നാണ് പ്ലാൻ. അങ്ങനെ എല്ലാവരും നടന്ന് അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എഗെയിൻ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കയറുന്ന കിഴക്കേ നടയിൽ കൂടെ അല്ല. ഈ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ഭയങ്കര വൈബാണ്. എല്ലാ സ്ഥലത്തു നിന്നും നാമം ചൊല്ലലും നമ്മുടെ കൃഷ്ണൻ്റെ ഭക്തിഗാനങ്ങളും എന്തൊക്കെയാണെന്നറിയത്തില്ല. ആ കൊലക്കടയിൽ മാമി നിൽക്കുന്ന കൊല മേടിക്കാനല്ല, പൂ മേടിക്കാനാണ്. പിന്നെ മാമ മോനൂസിന് അളവിനുള്ളൊരു മുണ്ട് മേടിക്കാൻ വേണ്ടി പോയി. പിന്നെ നമ്മളെല്ലാവരും അവരെ കാത്തു നിന്ന ടൈമിൽ ഞാൻ എൻ്റെ വീഡിയോ ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നിന്നതാണ്.
പിന്നെ വീണ്ടും നമ്മൾ ആനേനെ കണ്ട് ഞാൻ ഹാപ്പിയായി. ഞാൻ മോനിയോട് ഞാൻ പണ്ട് ആനപ്പുറത്ത് കയറിയെന്ന് കരഞ്ഞ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആനയെ കണ്ടപ്പോഴാണ് ഗുരുവായൂർ അമ്പലത്തിൽ രാത്രി നടക്കുന്ന ശീവേലിയുടെ കാര്യം ഓർത്തത്. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ഒരു തവണ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് അടിപൊളിയാണ്. 3 ആനയൊക്കെ ആയിട്ട് ഒരു പൂരം കാണുന്ന ഫീലുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം അത് ഒന്നുകൂടെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അമ്മയ്ക്ക് എന്നെ കാട്ടി ആഗ്രഹവും. സത്യമായിട്ട് ഇങ്ങനെ വ്ളോഗ് എടുക്കണ്ടേന്ന് അറിയത്തില്ല. ക്യാമറ നോക്കാനും അറിഞ്ഞൂടാ, ഇവിടെ ഒക്കെ സംസാരിക്കണമെന്നും അറിയത്തില്ല, എന്ത് സംസാരിക്കണമെന്നും അറിയത്തില്ല. ഫുള്ള് പ്രശ്നമാണ്. ഇതെന്നെ കൊണ്ട് നടക്കുന്ന പണിയാൻ തോന്നില്ല. ഞാൻ ഭയങ്കര ക്യാമറ കോൺഷ്യസാണ്. എനിക്കറിയത്തില്ല. വരുത് വേണ്ടേ ഹലോ പ്ലീസ്. ഇവളെ കൊണ്ടങ്ങാണ് ഈ ചാനൽ ഹാൻഡിൽ ചെയ്യിപ്പിക്കുക. അതെനിക്ക് നല്ല നോർമലാകുമായിരിക്കുമല്ലേ. മെയിനായിട്ട് ക്യാമറ നോക്കാനാണ് ഇവിടെ. ലൈവായിട്ട് സംസാരിച്ച് വ്ളോഗ് എടുക്കാൻ പറ്റാത്ത വിഷമം പ്രകടിപ്പിച്ച എന്നെയാണ് നിങ്ങളെ കണ്ടത്. എൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി എനിക്ക് മുട്ടായി ഓഫർ ചെയ്ത അമ്മയെക്കുട്ടിയെ കാണാതെ പോകരുതാരും. രാവിലെ കിടന്നുറങ്ങിയ ടീംസൊക്കെ ഇപ്പോൾ എണീച്ച് വന്നിട്ടുണ്ട് അമ്പലത്തിൽ പോയാൽ. എന്തേലും പറ. രാവിലെ കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീച്ച് വന്നു, പിന്നെ ക്ഷീണം കാണും. രാവിലെ ഉറങ്ങിയതിൻ്റെ ക്ഷീണമുണ്ട്. അതായിരിക്കും ഇവിടെ എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. രഘുവച്ചൻ അമ്മയെക്കുട്ടി അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ സാധനങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ വെക്കണോ അതോ ഇവരെ ഏൽപ്പിക്കണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത്. രഘുവച്ചനെ രാവിലെ ഒന്ന് മിസ്സായി പോയായിരുന്നു, നമ്മൾ കണ്ടുപിടിച്ചിടാം. എന്നിട്ടും അവർ ആ റിസ്ക് എടുത്തു. ഈ സാധനങ്ങൾ രഘുവച്ചനെ ഏൽപ്പിക്കാൻ അവർ തീരുമാനിച്ചു. പിന്നെ നമ്മൾ നേരെ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി കഴിഞ്ഞുള്ള ഫോട്ടോഷൂട്ട് സീനായി കാണുന്നത്. മാമന നേരിയത് അങ്ങനെ ഇട്ടേക്കുന്നതിന് ഞാൻ 7 അറിവിലെ ബോധിധർമ്മനെ പോലുണ്ട് കാണാമെന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാവരും മാറിയും തിരിഞ്ഞും ഫോട്ടോ എടുത്ത്. ഇതിപ്പം ഞാൻ മാമനെ കൊണ്ട് പല രീതിയിൽ പറഞ്ഞു പഠിപ്പിച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ വേണം ഇങ്ങനെ വേണം ഒരു 10-20 ഫോട്ടോ എടുപ്പിച്ച് കാണും. എന്നിട്ട് പിന്നെ എന്തൊക്കെയോ ശരിയായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോനൂസിൻ്റെ മുട്ടായി താഴെ വീണെന്ന് പറഞ്ഞ് അവൻ കരഞ്ഞ് അലമ്പാക്കി. അവൻ്റെയും മോനൂസിൻ്റെയും കൂടെ എന്ന് ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്നാൽ 2 പേരും നേരെ നിൽക്കില്ല. ഇത് ഞാനാണെങ്കിൽ വഞ്ചിയിൽ പൈസ ഇടാൻ പോയപ്പോൾ അവിടെ നിന്നൊരു അങ്കിൾ എനിക്ക് ഈ റോസാപ്പൂ തന്ന്. ഒരു ആൻറ്റി പറഞ്ഞ് ആ കുഞ്ഞു കുട്ടിക്ക് കൊടുക്കുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ റോസാപ്പൂ. ഞാൻ ഭയങ്കര ഹാപ്പിയായി റോസാപ്പൂ കിട്ടിയപ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. പക്ഷേ അതൊക്കെ ഞാൻ വ്ളോഗ് എടുക്കാൻ ശരിക്കും മറന്നുപോയി. ശരണപാനിയിൽ നിന്നായിരുന്നു രാത്രിയിലത്തെ ഫുഡ്. അത് ശരിക്കും അടിപൊളിയായിരുന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആൾക്കാരും ഭയങ്കര കൺജസ്റ്റഡ് ആയതുകൊണ്ട് വ്ളോഗ് എടുക്കാൻ പറ്റിയ സിറ്റുവേഷനും അല്ലായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും പിന്നെ ശീവേലി കാണാനുള്ള മൂഡൊക്കെ പോയി. അങ്ങനെ പിള്ളേരൊക്കെ അലമ്പാക്കിയിട്ട് എല്ലാവരും പിള്ളേരെയും കൊണ്ട് വീട്ടിൽ പോയിട്ട് ഞാനും അമ്മയും മാത്രമേ ശീവേലി കാണാൻ പോയുള്ളൂ. പക്ഷെ ഇത് അടിപൊളി ശീവേലിയായിരുന്നു. എല്ലാ ദിവസവും ഇതേപോലെ ഗുരുവായൂർ അമ്പലത്തിൽ ശീവേലി നടക്കുന്നത്. ഞാനൊരു ഭക്തിയൊന്നും അല്ല, പക്ഷേ എനിക്ക് അത് കണ്ടപ്പോൾ ഈ ഭഗവാനെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു രോമാഞ്ചം വന്ന്. നിങ്ങൾ ശരിക്കും ഗുരുവായൂർ അമ്പലത്തിലെ ശീവേലി ഇന്ന് വരെ കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അതൊന്ന് കാണാൻ ട്രൈ ചെയ്ത് നോക്ക്. വർത്തായിരിക്കും, ഉറപ്പാണ്. അവസാനം ശീവേലിയും കണ്ട് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിന് ടാറ്റ ബൈ ബൈ പറയും പോവാ. നാളെ രാവിലെ 5:50 ട്രെയിനിന് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. അത്രേ ഉള്ളൂ. ഫോസിഡ് ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഗുരുവായൂർ അമ്പലം വിസിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ നാളെ രാവിലെ 6 മണിക്ക് പോകും. പിന്നെന്താ, ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബോറടിപ്പിച്ചില്ല എന്ന് തോന്നുന്നു. ഇതെൻ്റെ ഫസ്റ്റ് ട്രൈയാണ്. എല്ലാവരും പരിഗണിക്കണം. എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും വീഡിയോ എടുക്കാൻ. സത്യമായിട്ട് എനിക്കറിയത്തില്ല. പിന്നെ കുറേ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്നറിയാം. എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഇതിപ്പോൾ ഇനി എഡിറ്റ് ചെയ്തിട്ട് ഔട്ട്കം നല്ലതാണെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കും. നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ കാണാം. പിന്നെന്താ, ആൻഡ് ക്ലാരിറ്റി ഇഷ്യൂസ് കാണും. പിന്നെ ഞാൻ വീഡിയോ നേരെ നോക്കി സംസാരിക്കാത്ത പ്രശ്നം കാണും, മൈക്കില്ലാത്ത പ്രശ്നം കാണും. കുറേ പ്രശ്നങ്ങളാണ് എനിക്കറിയാം. പക്ഷെ എന്നാലും പ്രശ്നങ്ങളെല്ലാം
ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് സ്റ്റാർട്ട് ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ, ലാഗെങ്കിൽ ലാഗ്, സംസാരിച്ചല്ല പഠിക്കുന്നത്. ഇപ്പം 1-2 വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ശരിയാകുമായിരിക്കും. ഇതെൻ്റെ ആദ്യത്തെ ട്രൈ അല്ലേ. സോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ പറയണം, കമൻറ്റ് ചെയ്യണം. പിന്നെന്താ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ പറയാനുള്ളതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതൊരു ലുക്ക് വേണ്ട ചോദിക്കുന്നതിന്. നല്ലതായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുള്ള എനിക്ക് അങ്ങനെയൊക്കെ പറയാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. സോ എൻ്റെ ബൈ 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 പറയാം. ബൈ പറയാം. ബൈ ബൈ.